നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കാൻ ഇതാണ് നല്ല ബെസ്റ്റ് ടൈം. ഇന്നത്തെ കറൻസി വ്യാപാര പ്രകാരം വിനിമയ നിരക്ക് $1 ഇന്ത്യൻ രൂപയുടെ മൂല്യം 74.84 ആയി ഉയർന്നു. രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവ് കാരണം വലിയ തോതിൽ യുഎഇയിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ കണക്കുകൾ പ്രകാരം മൂല്യത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യുഎഇ ദിർഹവുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇന്ന് ഒരു ദിർഹത്തിന് 20.39 ആയി. അതായത് 49.4 ദിർഹം നൽകിയാൽ 1000 ഇന്ത്യൻ രൂപ ലഭിക്കും. ഓഹരി വിപണിയുടെ ഇടിവ്, അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം, വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം എന്നിവയാണ് രൂപയുടെ മൂല്യം നേരത്തെ പെട്ടെന്ന് ഇടിയാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിനിടെ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതായും യുഎഇ ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിന്റെ കാരണമാണ്. നിക്ഷേപകരെ ശാന്തരാക്കിക്കൊണ്ട് ഉക്രൈൻ തർക്കത്തിൽ ഉച്ചകോടി നടത്താൻ യുഎസും റഷ്യയും സമ്മതിച്ചതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യസ്ഥതയാണ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. വിപണിയിൽ ഇതിന്റെ ആശ്വാസം പ്രതീക്ഷിക്കാം. എങ്കിലും വിപണിയിൽ സാഹസങ്ങൾക്കോ ഹ്രസ്വകാല പന്തയങ്ങൾക്കോ പറ്റിയ സമയമല്ല. സ്വർണവും ക്രൂഡ് ഓയിലും ഡോളർ സൂചികയും ഇന്ന് രാവിലെ കുതിച്ച ശേഷം താഴോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലും കൊറിയയിലും ജപ്പാനിലും ഓഹരികൾ ആദ്യം കുത്തനെ ഇടിഞ്ഞു, പിന്നീട് നഷ്ടം കുറച്ചു. യുഎസ് ഓഹരികളുടെ ഫ്യൂച്ചേഴ്സ് താഴ്ചയിൽ നിന്ന് മാറി നേട്ടത്തിലായി. ബിറ്റ്കോയിൻ അടക്കം ക്രിപ്റ്റോ കറൻസികളും ഇടിഞ്ഞ ശേഷം തിരിച്ചു കയറാൻ ആരംഭിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷം അടുത്ത തലത്തിലേക്ക് നീങ്ങുമ്പോൾ യുദ്ധമല്ല, സാമ്പത്തിക ഉപരോധമാണ് പ്രതീക്ഷിക്കാനുള്ളത്. റഷ്യയുടെ എണ്ണ, പ്രകൃതിവാതക കയറ്റുമതി വിലക്കിയും അന്താരാഷ്ട്ര ബാങ്കിംഗ് സൗകര്യം ഇല്ലാതാക്കിയും ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം ചില്ലറയായിരിക്കില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.